സ്നേഹവും കരുതലും എത്ര വലിയ മാറ്റമുണ്ടാക്കുമെന്ന് പറയുന്ന ഈ ചെറിയ നാടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താമര യൂണിറ്റ് അവതരിപ്പിക്കുന്നു കേൾക്കാനൊരാൾ. എന്തൊരു ബഹളായിരുന്നു ഈ സ്മാർട്ട്നെസ് ഒന്നും നമ്മുടെ പേപ്പറിൽ കാണാനില്ലല്ലോ. അങ്ങനെ ആൻസർ ഷീറ്റ് ഞാൻ കൊണ്ടിട്ടുണ്ട്, അപ്പൊ കാണാനില്ലേ ബാക്കിയുള്ളത്. അലോന, ആൻമരിയ, സാര, കം ഹിയർ. ഏഞ്ചൽ, ഓക്കെ, വെരി ഗുഡ്. മരിയ, നേഹ, നിനക്ക് എന്താ പറ്റിയത്? കഴിഞ്ഞ എക്സാമിലൊക്കെ നന്നായി പെർഫോം ചെയ്തായിരുന്നല്ലോ. ഇപ്രാവശ്യം എന്ത് പറ്റി? കുറച്ചായി ഞാൻ ശ്രദ്ധിക്കുന്നതിന് മാറ്റം. എന്ത് പക്ഷേ നിങ്ങൾക്ക് ശ്രമിച്ച് നന്നായി കിട്ടും. അടുത്ത എക്സാമിന് ഇതേപോലെ ആണെങ്കിൽ നെക്സ്റ്റ് ഞാൻ ആക്ഷൻ എടുക്കും കേട്ടോ. ഓക്കെ നേഹ, നീ എന്താണ് ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നത്? എനിക്കൊന്ന് സംസാരിക്കണം. അയ്യോ, തുടങ്ങി ബാക്കിയുള്ളവരോട് മൂഡ് കളയാൻ. നിനക്ക് നെഗറ്റിവിറ്റി മാത്രമേ പറയാനുള്ളൂ. ജസ്റ്റ് ബി പോസിറ്റീവ്. എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ്. നീ ആ കുട്ടിയിലൊന്ന് നോക്കി, അവളെ ആർക്കും ഇഷ്ടമല്ല, ജസ്സിനും കുട്ടികൾക്കും. നീ അങ്ങനെയാണോ? എടി, നീ വന്നേ, നമുക്ക് ഗ്രണ്ടേ പോവാം. ഞാനില്ല, നിങ്ങൾ പോയിട്ടോ. എന്നാ നീ വരണ്ട, ഞങ്ങൾ പോവാം. ഇവൾക്ക് ഇതെന്താ വെറുതെ അറ്റൻഷൻ സീക്കിംഗ് ആണ് ഇതൊക്കെ. എന്നെ എന്താരും മനസ്സിലാക്കാതെ. എനിക്ക് ശരിക്കും എന്താ പ്രശ്നം? അവർ പറയുന്നത് കേൾക്കുമ്പോ എല്ലാം ശരിയാണെന്ന് തോന്നും. But ഒന്നും ശരിയല്ല. എനിക്കൊരു സന്തോഷമില്ല. എന്നെ ആരെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ. നേഹ, നീ ഓക്കെയാണോ? എനിക്ക് സംസാരിക്കണം. പറയും, ഞാൻ കേൾക്കാം. ഞാൻ ആ ഒറ്റപ്പെട്ട പോലെ തോന്നുന്നുണ്ട്. നീ ഒറ്റയ്ക്കല്ല നേഹ, നിനക്ക് എല്ലാവരും ഉണ്ട്. സംടൈംസ് ആളുകൾക്ക് ടൈമില്ല. പക്ഷേ അതിനർത്ഥം നീ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല. നീ കുറച്ച് വെള്ളം മനസ്സിൽ. നീ നല്ലപോലെ പ്രാർത്ഥിക്കണം കേട്ടോ. ഈ ചെറുമാല കയ്യിൽ വെച്ചു ഒന്ന് ചിരിക്കുക. താങ്ക് യു മരിയ. ഇപ്പൊ ഞാൻ കുറെ ഓക്കെ ആയ പോലെ തോന്നുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ബൈബിൾ കിട്ടിയോ? ഓ, ഇവിടെയൊന്നും കാണുന്നില്ല. എവിടെ കൊണ്ട് വെച്ചിരിക്കുക? എന്നാ ഒരു കാര്യം ചെയ്യ്. അപ്പുറത്തെ വീട്ടിൽ ആഞ്ചേച്ചിയുടെ കയ്യിൽ നിന്ന് ബൈബിൾ ഒന്ന് പിടിച്ചോ. എന്തിനാ അമ്മ അവിടെ വരെ പോകുന്നേ? ഈ ഗ്രേസ് കമ്മിറ്റിയുടെ വീട്ടിൽ നിന്ന് മേടിച്ചാ പോരെ? ഓ, എനിക്ക് അവളുടെ വീട്ടിലെ ബൈബിൾ വേണ്ട. എനിക്ക് ആ പേര് കേൾക്കുന്നത് തന്നെ ദേഷ്യം. ആ മുറ്റത്ത് എതിരെന്ന് പറഞ്ഞുണ്ടായ കേസ് ഇതുവരെ തീർന്നില്ലേ? ഏയ്, ഇതേതോ പുതിയ കേസാന്നാ തോന്നുന്നേ. മര്യാദയ്ക്ക് നിർത്തുന്നത് വേണ്ടാണ്. ഓ, എന്നെ പോസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു. അതെങ്ങനെയാ? എന്ത് ഗുണം? ഇരിക്കുന്ന കട്ടില് ഒരെണ്ണം ഇതും കുത്തിക്കൊണ്ടിരുന്നാ പിന്നെ കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല. പാറ പോലെ ഇരുന്നോളൂ. അതെ, എനിക്ക് കണ്ടില്ല. അതാണല്ലോ ഞാൻ നിന്നെ കിട്ടിയത്. അതെ, വെറുതെ നല്ലയോ. രൂപ 10 ലക്ഷം കൊണ്ടാ സോഫ ഇങ്ങോട്ട് വന്നേ. ഏതൊരു ഇൻഷുറൻസ് കമ്പനിയും അപകടം വരുമ്പോ ക്ലെയിം കൊടുക്കും. ഇതൊരു വലിയ അപകടം എനിക്കിനി വരാനുണ്ടോ? ഒന്ന് നിർത്തുമ്പോൾ വരണം. നിങ്ങൾ ഇങ്ങനെ വഴക്കടിക്കാതെ മറ്റു കാര്യങ്ങൾ നോക്ക്. അച്ഛനിപ്പോ അന്റോണിയുടെ വീട്ടിലെത്തി കാണും. ഈശ്വര, ഇനി ബൈബിൾ മേടിക്കാൻ പോയാൽ അതുവഴി എവിടേക്ക് മുങ്ങിയോ? സോഫി, ആ കഥകിനാരോ കിട്ടുന്നു. നീ ഒന്ന് തിന്ന് നോക്കി. ഓ, ഇനി ആരാണാവോ ഈ നേരത്തെ എഴുന്നള്ളണത്? അച്ഛൻ ഈശോയ്ക്ക് സ്തുതിയായി വെച്ചു. അച്ഛനോ? എത്തിച്ചോളൂ അച്ഛ, എത്തിച്ചോളൂ, വേഗം എത്തിച്ചോളൂ. വെഞ്ചരിച്ചോളൂ അച്ഛാ, വെഞ്ചരിച്ചോളൂ. ഇതാണ് ബൈബിൾ. ആ അനിയച്ചി പറയാ, സ്വന്തമായിട്ട് വീട്ടിൽ ഇല്ലെങ്കിൽ ബൈബിൾ വായിച്ചു വെക്കണം. എന്താ ഞാൻ ഈ കേൾക്കുന്നത്?
ഈ വീട്ടിൽ സ്വന്തമായൊരു ബൈബിളില്ലല്ലോ. അത് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു വെച്ചോ. പക്ഷെ പെട്ടെന്ന് ചോദിച്ചപ്പോ അച്ഛൻ ഇനി വേഗം വെച്ചിരിച്ചോ. അല്ല, ഇത് നമ്മുടെ മ്യൂസീഷ്യനല്ലേ? അതെ അച്ഛൻ, എന്റെ മോൻ എന്തു നല്ലൊരു ഗായകനാണ്. എന്നിട്ടും അച്ഛൻ അവന് പൊന്നുകളൊക്കെ എന്താ ഒരു ചാൻസ് കൊടുക്കാത്തത്? ഓ, അപ്പൊ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല അല്ലേ? അതെങ്ങനെ? ഇടയ്ക്കൊക്കെ പള്ളിയിലൊക്കെ ഒന്ന് വരണേ. കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച അവന് ഞാനൊരു അവസരം നൽകിയതാ. മോനെ, നീ തന്നെ അതൊന്ന് പാടി കേൾപ്പിക്കും. മോനെ, ആ, ഇത് കേട്ട പൊന്നൂക്കര ഇറങ്ങാര് എന്നെ കുനുകുന കുത്തിയേനെ. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ കുടുംബടേ ബൈബിളില്ലാത്ത സ്ഥിതിക്ക് അത് ഇനി ഉണ്ടാകുമോ ആവോ? കുടുംബടേ അത് ഞാനിപ്പോ കൊണ്ടുവരാച്ചു. അച്ഛനെനിക്ക് ഇത് എന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായല്ലോ. ഇത് അച്ഛൻ്റെ 2026 തന്നെ ആയിക്കോട്ടെ. നല്ല പുതുമുതന ഈ വീട്ടിലെ എല്ലാ കണക്കുകളും ഞാൻ എഴുതുന്നത് ഈ ഡയറിയിൽ. കഷ്ടം തന്നെ എന്റെ വർഗീസേട്ടാ. അച്ഛനതൊന്നും കാര്യക്കണ്ട. അച്ഛനൊന്നും നെഞ്ചിരിക്കും. ആ വെഞ്ചിരിക്കച്ചാ വെഞ്ചിരിക്ക്. ആ, എനിക്കും പോകേണ്ട ഇത്തിരി തിരക്കുണ്ട്. ലിൻസിന് ഇപ്പോൾ കുരിശുമണി അടിക്കാൻ എത്തിക്കാണും. അപ്പൊ നമുക്ക് ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും. അല്ല, ഇവിടെ ഒരാൾ കൂടി ഉണ്ടല്ലോ. എവിടെ നമുക്ക് കേൾക്കാം? ഓ, അവളുടെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലതന്നെ അച്ഛോ. എപ്പോ നോക്കിയാലും കഥ കടച്ചിട്ട് ഒരേ ഒരു ഇരിപ്പാ. ഞങ്ങൾ ആരും അവളുടെ കാര്യത്തിൽ ഇടപെടാറില്ല. എവിടെ അവളെ ഒന്ന് വിളിക്കും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വിളിക്കാം. മോളെ, മോളെ. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്? അച്ഛൻ അച്ഛൻ എന്നെ ഒന്നും കൂടെ ഒന്ന് മോളേക്ക് വിളിക്കുമോ? അതെ അച്ഛാ, എന്നെ ആരെങ്കിലും ഒന്ന് സ്നേഹത്തോടെ മോളേക്ക് വിളിക്കുന്നത് കേൾക്കാൻ ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അതെന്താ? അല്ല, ഇവിടെ ആരും മോളോട് സംസാരിക്കാറില്ലേ? നന്നായിരിക്കുന്നു. സംസാരിക്കാൻ പോയിട്ട് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് പോലും ഇവർക്ക് അറിയില്ലായിരിക്കും. ഇവിടെ പപ്പയ്ക്ക് എപ്പോഴും അമ്മയെ കുറ്റം പറയാനും പിന്നെ ഫോണിൽ നോക്കിയിരിക്കാനും മാത്രമേ സമയമുള്ളൂ. അമ്മയ്ക്കാണെങ്കിൽ പപ്പയുടെ കുടുംബക്കാരോടും പിന്നെ അയൽക്കാരോടും വഴക്കിടാനേ നേരം. പിന്നെ ഇവരെ പറ്റി പറയാതിരിക്കുന്നതാ ഭേദം. ഇതിനിടയിൽ കിടന്ന് ഞാൻ അച്ഛനറിയോ, എന്നെ കേൾക്കാനും എന്നോടൊന്ന് സംസാരിക്കാനും ഈ വീട്ടിൽ ആർക്കും സമയമില്ല. ശരിക്കും എനിക്ക് മടുത്തു അച്ഛാ, എനിക്ക് മടുത്തു. ഇപ്പോൾ മനസ്സിലായില്ലേ ആരായിരുന്നു ഇവിടുത്തെ പ്രശ്നക്കാരെന്ന്? കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഒരാൾ മാത്രം വിചാരിച്ചാൽ പോരാ. അപ്പനും അമ്മയ്ക്കും മക്കൾക്കുമെല്ലാം അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ഭംഗിയായി നിർവഹിക്കുന്ന കുടുംബത്തിലെ തമ്പുരാന്റെ അനുഗ്രഹം ഉണ്ടാകും. ഞാനൊരു കാര്യം പറയാം. ദൈവം ദാനമായി നൽകിയ മക്കളെ നന്മയെ വളർത്താനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കും മാതാപിതാക്കളെ അനുസരിക്കുവാനുള്ള കടമ മക്കൾക്കും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കുടുംബത്തിലെ സന്തോഷവും സമാധാനവും നിലനിൽക്കുകയുള്ളൂ. മോളെ, ചേച്ചി സോറി. ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളോട് ക്ഷമിക്കും. എന്നോടല്ല, നിങ്ങൾ തമ്പുരാനോടാണ് ക്ഷമ ചോദിക്കേണ്ടത്. ഇപ്പോൾ ഈ കണ്ട സന്തോഷവും സമാധാനവും എപ്പോഴും ഈ കുടുംബത്തിൽ നിലനിൽക്കാൻ സർവേശ്വരൻ